ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഷോപ്പിങ്ങിനൊക്കെ പോയായിരുന്നു. ഞാൻ വിചാരിച്ചന്ന് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ആദ്യത്തെ കാര്യമാണ് ബാഗ്. ഇപ്പം എൻ്റെ മുഖത്ത് വേണേ ബാഗൊക്കെ പറന്നാണ് ഗൈസ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാഗൊക്കെ പറന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ അനിയത്തി എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതും പറന്ന് വന്നിട്ടുണ്ട്. എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അങ്ങ് വരെ പോയിക്കുമായിരുന്നു ഇവള്. അപ്പോൾ ഇവള് പറന്ന് വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിനോട് ചാടി വന്നതാണ്. അപ്പം നമ്മൾ ഇതാണ് ബാഗ്. ഇത് ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ബാഗാണ്. ഇവളിനി 5ാം ക്ലാസ്സിലോട്ടല്ലേ, അപ്പോൾ UP-ലോട്ടല്ലേ, പുതിയ ബാഗ് വേണമെന്നോട് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് സ്കൈ ബാഗ്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ബാഗാണ്. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ഉറക്കകത്തൊന്നുമില്ല, ഈ ഉറക്കകത്തൊന്നുമില്ല, 4 ഉറയേ ഉള്ളു കേട്ടോ. അപ്പം ഇതിനകത്തും ഫസ്റ്റ് സാധനം ചുരുട്ടിക്കുട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊന്നും കാണുമ്പോൾ ലുക്കൊന്നും ഇല്ലെങ്കിലും ഇതാണ് നമ്മുടെ റെയിൻ കോട്ട്. ഈശ്വരാ, ഇങ്ങനെയായിരുന്നു. സോറിയേ, ഇതൊക്കെ ഇച്ചിരി പാടുള്ള കാര്യങ്ങളാ. ഇതാണ് റെയിൻ കോട്ട്. തലേക്കൂടിട്ട് വരുന്ന എനിക്ക് മിന്നാമിന്നി കളറായ ഇത് പച്ചയാണ്. മിന്നാമിന്നി നൂത്ത് കാണിക്കുന്നില്ല. എനിക്കിത് വീണ്ടും മടക്കി വെക്കാൻ വയ്യാത്തതുകൊണ്ട് ഇതൊരുമാതിരി മിന്നാമിന്നി കളറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറായതുകൊണ്ട് ഞാൻ ഇതെടുത്തതാണ്. ഉടുപ്പൊക്കെ ഇടുമ്പോ നമ്മൾ തലേക്കൂടെ കയറ്റിയിടുന്ന പോലാണ് അത് ഇടുന്നത് അല്ലേ? ശരിയാ. ഫസ്റ്റ് എനിക്ക് ആന്റി പറഞ്ഞപ്പോ എനിക്ക് കത്തിയില്ല, എന്തുവാ ഇങ്ങനെ ഇടുന്നത്. പിന്നെ ക്ലിപ്പ്. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂടുതലും ഞാനിങ്ങനെ പിരിച്ച് ക്ലിപ്പൊക്കെ വെക്കാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ക്ലിപ്പ്. പിന്നെ ഐലൈനറാണ്. ഐലൈനറും അതുപോലെ തന്നെ കമ്മല് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കമ്മല് മേടിച്ചാണ്. കമ്മലും സെലക്ഷനാണ്. ഇവിടെ സെലക്ഷനാണ്. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്കൂളിൽ പോകാൻ ബാഗ് തോന്നൊക്കെ ആണെങ്കിലും ഒരുക്ക സാധനങ്ങളാണെങ്കിലും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ തട്ടം കാണുമ്പോൾ യമണ്ടൻ ഞാൻ തോന്നും, ഒത്തിരി യമണ്ടനൊന്നും അല്ല. പിന്നെ അടുത്തത് അതിൻ്റെ കൂടെ ചെറിയ ടിന്ന്, വീണ്ടും ഒരു ടിന്ന്. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് മേടിച്ചായിരുന്നു. അപ്പൊ എനിക്കും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് എനിക്ക് വേണ്ടിയാണ്. ഞാനാണെങ്കിൽ ആ കടയ്ക്ക് ഒരു ചുമ്മാ നോക്കിയപ്പോൾ ഇങ്ങനെ പേന ഇരിക്കുന്നു. പേനയുടെ ഇതിനകത്ത് ഒരു വിസിലൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ശ്രദ്ധ നോക്കിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ പേനയാണ്. ഒന്നാമത്തെ BTSന്റെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിങ്ങനെ എടുത്തു. ഞാൻ BTS ഫാനാണ്, അതുകൊണ്ട് പിന്നെ ഞാനിതിങ്ങനെ എടുത്ത്. ഇനി ഇവർക്കും BTSന്റെ തന്നെ പിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പേന എടുത്തിട്ടുണ്ട്. പിന്നെ പേന നമ്മൾ അല്ലാതെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങ് എടുത്തത്. പിന്നെ ഒരു ബണ്ണ്, ഗ്ലൂ, പിന്നെ ഞങ്ങൾക്ക് വട്ടാണ് ഒരെണ്ണം നോക്കുമ്പോൾ എന്താ ഞാൻ ഒരെണ്ണം എടുത്താലും അവർക്ക് ഒരെണ്ണം വേണം പറഞ്ഞിട്ട് വീണ്ടും എടുക്കുന്നതാണ്. നല്ല ഉണ്ടോ നോക്കട്ടെ. അതിനകത്തുണ്ട് കുറച്ച് നെയ്സ്ലിപ്സ് ഒക്കെ ഉണ്ട്. യൂണിക്കോണിന്റെ ആണ്. യൂണിക്കോണൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് യൂണിക്കോണിന്റെ നെയ്സ്ലിപ്പാണ്. പിന്നെയാണ് ഈ യൂണിക്കോണിന്റെ പൗച്ച് ഇവിടെയാണ്. പിന്നെ ഇത് ഇവരുടെ പേരെന്തായിരുന്നു? ഫ്രോസണും എൽസയും ഇവരാണ്. ഞാൻ നോക്കിയായിരുന്നു, BTSന്റെ നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്കൂളിൽ കൊണ്ടുപോയത് BTSന്റെ ആയിരുന്നു. ചേച്ചി എടുത്തപ്പോ അതേപോലത്തെ എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ അതിന്റെ അതേപോലത്തെ ഇല്ലായിരുന്നു. ഇനി കുറച്ച് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് ബുക്കുകളാണ്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങളാണ്. പിന്നെ നോട്ട്ബുക്കുകൾ ഞങ്ങളല്ലാതെ വാങ്ങിച്ചായിരുന്നു. ഇത് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേപ്പർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേതായാലും പേപ്പറാണ്. ഇത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അധികം ബുക്കൊന്നും പൊതിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ടെക്സ്റ്റ് പൊതിയാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറുള്ള പേപ്പറാണ് എടുത്തത്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. നെയ്സ്ലിപ്പ് 2 യൂണിക്കോണിനെയൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വൈറ്റ് എന്താ പറയുക, പ്ലാസ്റ്റിക് കണക്കത്തെ. ഇതിനകത്താകുമ്പോൾ വെള്ളം വീണാലും ഒരു കുഴപ്പവും പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരെണ്ണമുണ്ട്. പിന്നെ ഇതും അത് കണക്കത്തെ തന്നെയാണ്. പിന്നെ അടുത്തത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ഇതും. ഇത് ഈ ഒരു ഓറഞ്ച് കളറാണ്. ഇത് നല്ലതാണ്, ഇതിനകത്ത് വെള്ളം വേണം. ഇത് വെച്ചിട്ട് ഇതിന്റെ രണ്ടാമത് ഞങ്ങൾ മേടിച്ചാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി ബുക്ക് കൂടി പൊതിയണമായിരുന്നു, അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഇത്. അപ്പോൾ ഗൈസ്, ഇതാ ഇവിടെ പേന കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ പേന വാങ്ങിച്ചിരിക്കുന്നത്. എക്സാമിന് ഞാൻ ഈ പേന യൂസ് ചെയ്യത്തില്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ നോട്ട്സ് എഴുതുമ്പം ഇതിനാണ് നല്ല മണമുള്ള പേനായ, അതുകൊണ്ട് തന്നെ എനിക്ക് നോട്ട്ബുക്കൊക്കെ നല്ല തുറക്കുമ്പോൾ നല്ല സ്മെല്ല് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പേന വാങ്ങിച്ചത്. പിന്നെ ഇന്ന് കുറച്ച് പെൻസിലേ ഉള്ളൂ, ബാക്കിയെല്ലാം എടുത്ത് തീർത്തതാണ് ഇവള്. ഇതൊക്കെ ഉള്ള പ്രശ്നമാണ്. എന്തെങ്കിലും പെൻസിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി കൂട്ടുകാരികൾക്ക് കൊടുക്കുക.
അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ എടുത്തോട്ട് പോവാം, കൊണ്ടുപോയി ക്ലാസ്സിലെ പിള്ളേർക്കെല്ലാം കൊടുക്കുക. ഇനി ഇത് പിന്നെ ബ്ലാക്കിംഗ് ആണ്, അത് ബ്ലൂയിങ് ആയിരുന്നു, ഇത് ബ്ലാക്കിംഗ് ആണ്. ബ്ലാക്കിംഗ് ഞാൻ അധികം യൂസ് ചെയ്യത്തില്ല. ഇവിടെ ഇതിന്റെ ബാക്കി പെൻസിൽ എന്ത് ചെയ്യണം, ഇവിടെ അത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കും ഇതിനകത്തൊന്ന്. പിന്നെ ഇത് കട്ടറാണ്, ഇത് കളർഫുൾ ആയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് അവർക്ക് വേണ്ടിയിട്ട് ബോട്ടിൽ വാങ്ങിച്ചതാണ്, നല്ല ബോട്ടിലാണ്, ഇങ്ങനെ കുടിക്കുന്നതാണ്. പിന്നെ അടുത്തത് എനിക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിലാണ് സൈസ് നോക്ക്, എനിക്ക് ഇത്രയും ഉണ്ട്. എന്തായാലും ഇതിനകത്ത് വെള്ളം കുടിച്ച് ഞാൻ മരിക്കും മിക്കവാറും. പിന്നെ അതിൻ്റെ കവറാണിത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചെരുപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി കാണിക്കാം. ചെരുപ്പാണ്, ഇതെനിക്കല്ല കേട്ടോ, എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതെനിക്കുള്ള ചെരുപ്പാണ്. പിന്നെ ഇതും എനിക്കുള്ള ചെരുപ്പാണ്. എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ് കുതിർന്ന് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ആയിരുന്നു, ഇത് വെക്കാൻ തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് വീട്ടിലിടാനായിട്ട് വെച്ചേ. അപ്പം നമ്മൾ ഷോപ്പിംഗ് ചെയ്തത് ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ പുതിയൊരു വീഡിയോ എത്തുന്നത് വരെ ടാറ്റാ ബൈ.